നമസ്തേ. സന്ദേശമാല ഇന്ന് പറയുന്നത് ഒരിത്തിരി അതിശയോക്തി ഉളവാക്കുന്ന ഒരു കാര്യമാണ്. ഞങ്ങളൊരു യാത്രാ സംഘം, അധികം ആളുകളില്ല, ഒരു 4 പേര്, ഞാനും എൻ്റെ ഗുരുനാഥനായിട്ടുള്ള പ്യാർനാഥൻ സാറ്, മറ്റ് 2 സുഹൃത്തുക്കൾ ഒരു കാറിൽ തൃശ്ശിനാപ്പള്ളിയിലെ കുറച്ച് അമ്പലങ്ങൾ കാണാനായിട്ട് പോയി. ആ യാത്രയിൽ തൃശ്ശിനാപ്പള്ളിയിലെ പല അമ്പലങ്ങളും കണ്ടതിന് ശേഷം റോക്ക് ഫോർട്ട് എന്ന ഒരു അമ്പലം അത് കാണാനായിട്ട് പോയി. അപ്പം അത് കാണാനായിട്ട് പോയപ്പോൾ ധാരാളം ആളുകളുണ്ട്, വലിയ തിരക്കാണ്. അന്ന് തമിഴ്നാട്ടിൽ എന്തോ ഒരു വിശേഷ ദിവസമാണ്. അവർ മേലേക്ക് കയറുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ കയറിക്കോ, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അവിടെ ഒരു കല്ലുണ്ട്, ഒരു ഇരിപ്പിടം പോലെയുള്ള ആ കല്ലിൽ ഞാനിരുന്നു. അപ്പോൾ നാഥൻ സാറ് പറഞ്ഞു, ഞാനും ഇവിടെ ഇരിക്കുകയാണ്, നിങ്ങൾ പോയിട്ട് വാ. അപ്പോൾ അവർ 2 പേരും മേലേക്ക് കയറി, ഞങ്ങൾ 2 പേരും അവിടെ ഇരുന്നു. ആ ആൾക്കൂട്ടം കണ്ട് ഞങ്ങളിങ്ങനെ ഭ്രമിച്ചിങ്ങനെ നിൽക്കുക. അതിനിടയിലൊരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ ഒരു തളികയിൽ കുറേ ദ്രവ്യങ്ങളൊക്കെ ആയിട്ട്, പഴം, ആപ്പിള്, മുന്തിരി, മുണ്ട്, വെറ്റിലടക്ക, നാളികേരം എല്ലാം കൂടി ആയിട്ട് ഒരു താലത്തിലെടുത്തിട്ട് വരുന്നുണ്ട്. അമ്പലത്തിലേക്കായിരിക്കുമെന്ന് കരുതി ഞങ്ങളിങ്ങനെ അവിടെ ഇരിക്കുക. ഇദ്ദേഹം വന്ന് എൻ്റെ മുമ്പിൽ അവിടെ കണ്ടു നിന്നു. എൻ്റെ മുമ്പിൽ നിന്ന് കുറേ നേരം എന്നെ നോക്കിയിട്ട്, അങ്ങ് ഇത് സ്വീകരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഒന്നും കൂടെ അങ്ങനെ നോക്കിയിരുന്നു, മനസ്സിലാകാത്ത പോലെ എന്താ പറഞ്ഞത്. വീണ്ടും അദ്ദേഹം പറയാണ്, അങ്ങ് ഇത് സ്വീകരിക്കണം. ഞാൻ നാഥൻ സാറിൻ്റെ മുഖത്തേക്ക് നോക്കി, എന്താ അപ്പം ഇത് മനസ്സിലാവുന്നില്ലല്ലോ. അപ്പോൾ അദ്ദേഹം പറയാണ്, ഞാനെന്നും ഷിർദി സായി ബാബയെ പ്രാർത്ഥിക്കുന്ന ആളാണ്. എൻ്റെ പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ ഞാൻ ബാബയുടെ മുമ്പിലാണ് അവതരിപ്പിക്കാറ്. ഇന്നലെ രാത്രി എനിക്ക് ഷിർദി ബാബയുടെ സ്വപ്ന ദർശനം ഉണ്ടായി. ആ സ്വപ്ന ദർശനത്തിൽ അങ്ങയെ എനിക്ക് കാണിച്ചു തന്നു. ബാബ എന്നോട് പറയുകയാണ്, നാളെ ഇങ്ങനെ ഒരാൾ അമ്പലത്തിൽ വരും, ഇന്ന സ്ഥലത്ത് ഇരിക്കുന്നുണ്ടാവും, അവർക്ക് കുറച്ച് ദ്രവ്യങ്ങളൊക്കെ കൊടുത്ത് ആ ആളോട് അനുഗ്രഹം വാങ്ങിയാൽ മതി, എല്ലാ പ്രയാസങ്ങളും അവസാനിക്കും. ഇത് അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാൻ സാറിൻ്റെ മുഖത്തേക്ക് ഒന്നുകൂടെ നോക്കി, എന്താ അദ്ദേഹം പറയുന്നത്. വീണ്ടും അദ്ദേഹം പറയാണ്, എന്നെ നിരാശപ്പെടുത്തരുത്, ഇതങ്ങ് സ്വീകരിക്കും. അല്ലാത്തൊരു മുഖഭാവം, സങ്കടം നിറഞ്ഞു. ഞാൻ ഒന്നും കൂടെ സാറിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ സാർ എന്നോട് ഇങ്ങനെ തലയാട്ടി, വാങ്ങിച്ചോളാം. ഞാനത് വാങ്ങി. അത് വാങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖമൊന്ന് കാണണം. ഈ കവികളൊക്കെ എഴുതാറില്ലേ, പൂനില ഉദിച്ചതുപോലെ എന്നൊക്കെ, കറക്റ്റാണ്. പൂനില ഉദിച്ചതുപോലെ തെളിഞ്ഞു നിൽക്കുകയാണ് ഇപ്പം അദ്ദേഹത്തിൻ്റെ മുഖം. എന്തൊരു സന്തോഷം, ഒരു തേജസ് മുഖത്ത്. ആ 2 കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു, സന്തോഷമുണ്ട്. എൻ്റെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ച് അദ്ദേഹം എൻ്റെ അനുഗ്രഹം വാങ്ങി, എന്നെ ഒന്ന് തൊഴുത് അദ്ദേഹം അങ്ങോട്ട് പോയി. അദ്ദേഹം പോയപ്പോൾ എന്താ നടന്നതെന്നറിയാത്ത ഒരു അവസ്ഥയിൽ ഞാൻ ഈ തട്ടും പിടിച്ച് ഇങ്ങനെ നിൽക്കുക. സാറിൻ്റെ മുഖത്തേക്ക് സാറും ഇങ്ങനെ നിൽക്കുക. 2 ആളും അത്ഭുതപ്പെട്ട് നിൽക്കുക. എന്താ ഇപ്പം നടന്നത്, സ്വപ്നമാണ്.
കുറച്ച് കഴിഞ്ഞു മേലേക്ക് കയറിപ്പോയ ആൾ ഇറങ്ങി വന്നു. അവർ രണ്ടുപേരും ഇറങ്ങി വന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷെ അവരും എന്താണെന്ന് മനസ്സിലാവാതെ ഞങ്ങളെ അവരും സ്തംഭിച്ച് നിൽക്കുന്നു. കുറേ അതിൽ നിന്ന് റിലീസാവാൻ കുറേ സമയമെടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ആ ഹാങ് ഓവർ തന്നെ മറ്റൊരു ക്ഷേത്രത്തിലേക്ക് പോവുക. സമയാപുരം മാരിയമ്മൻ ക്ഷേത്രം. ആ തമിഴ്നാട്ടിൽ അന്നത്തെ വിശേഷം കൊണ്ട് അവിടെ നിറയെ ആളുകളാണ്, നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത. സമയാപുരം മാരിയമ്മൻ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ മാരിയമ്മൻ ക്ഷേത്രത്തിൻ്റെ എല്ലാ ക്ഷേത്രങ്ങളുടെയും ഹെഡ്ക്വാർട്ടറാണത്. കുറേ ആളുകളെ അങ്ങോട്ട് വിട്ടതിന് ശേഷം ആ ഗേറ്റ് അങ്ങോട്ട് അടച്ചു. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾക്ക് വരാനുള്ള സമയമായിട്ടില്ല, നമുക്ക് പുറത്തൂടെ പോയിട്ട് തൊഴുതാ അങ്ങോട്ട് പോകാം. ഉള്ളിൽ കയറണ്ട, പുറത്തുനിന്ന് തൊഴാന്ന് പറഞ്ഞാൽ അപ്പുറത്തോടെ കയറില്ല. ഇപ്പോഴോട്ട് കയറി വന്നപ്പം അവിടുത്തെ ആ ക്ഷേത്രത്തിൻ്റെ അധികാരികൾ വരാം, വേഗം വരി പോയി എന്നോളൂ, അടയ്ക്കാൻ പോകണം നടാന്നാണ്. ഞങ്ങൾ അത്ഭുതം, ശരിയാണെന്നറിയാം. ഞങ്ങൾ പോയി നിന്നു. ഒരു 10-100 ആളുകളോടെ ക്യൂ നിൽക്കുക, അമ്മയുടെ അടുത്തേക്ക് പോകും. ആ പൂജാരി ശ്രീകോവിലിൽ നിന്നുകൊണ്ട് ഇറങ്ങി വന്നു. ഒന്നെല്ലാം ഇങ്ങനെ നോക്കി, എന്നെ ഒന്ന് നോക്കി. ഇദ്ദേഹം ശ്രീകോവിലിൻ്റെ അകത്തേക്ക് പോയിട്ട് അമ്മയുടെ കഴുത്തിലണിഞ്ഞിരിക്കുന്ന ആ പുഷ്പഹാരം എടുത്തു കൊണ്ടുവന്ന് എൻ്റെ കഴുത്തിൽ അങ്ങോട്ട് ഇട്ടു. എന്താ നടക്കുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഞാനും ധരിച്ചു നിന്നു, എൻ്റെ കൂടെയുള്ളവരും ധരിച്ച് ഇങ്ങനെ നിൽക്കുക. പിന്നെ കാണുന്ന കാഴ്ച, അവിടെ കൂടിയുന്നവരൊക്കെ എന്നെ വന്ന് പൊതിയാണ്. എൻ്റെ പാദം നമസ്കരിക്കുന്നു, ഇവിടുന്ന് വരുന്നതാണ്, എന്താ വരുന്നത്, എന്തൊക്കെയോ ചോദിക്കുന്നു. എനിക്കൊന്നും ഉത്തരം പറയാൻ കഴിയാത്തൊരവസ്ഥ. ഞാൻ വേഗം മാല ഊരി നാഥൻ സാറിൻ്റെ കഴുത്തിൽ അങ്ങോട്ടോട് നിങ്ങൾ ഇട്ടോളൂ എന്ന് പറഞ്ഞു. ഒരു അത്ഭുതകരമായ ഒരു സംഭവമാണ് ഇത് രണ്ടും കൂടെ വെച്ച് നടന്നത്. പക്ഷേ ഇതിൽ നിന്ന് ഒരു ഗുണപാഠം ഉൾക്കൊള്ളാനുണ്ട്. നമ്മളെ ആരെങ്കിലും ആദരിച്ചാൽ, ആ ആദരവേറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മളുടെ ജീവിതക്രമത്തിൽ ഒരു മാറ്റം വരുത്തണം, സ്വാഭാവികമായിട്ടുണ്ടാവും. അതിനുശേഷം എൻ്റെ ജീവിതമാകെ മാറി. ഒരു സ്വാത്വികമായിട്ടുള്ള ഒരു ജീവിത ശൈലിയിലേക്ക് എന്നെ ഉയർത്തിയതിൻ്റെ പിറകിൽ ഈ രണ്ട് അനുഭവങ്ങളുമുണ്ട്. ഇന്ന് എല്ലാ ആളുകളും ആരും ഒന്നും സംസാരിക്കുമ്പോഴും അവരോടൊന്നും ഞാൻ ഇത് വെളിപ്പെടുത്താറില്ലെങ്കിലും പലർക്കും എന്തോ ഒരു ദിവ്യത്വം എന്നിലുണ്ട് എന്ന് കരുതി എന്നോട് സംസാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നൊക്കെ പലരും പല കാര്യങ്ങളും ചോദിക്കാറുണ്ട്. ഞാൻ പലതിൽ നിന്നും ഒഴിഞ്ഞൊഴിഞ്ഞൊഴിഞ്ഞു പോവാറാണ് പതിവ്. ഏതായാലും നാം ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളിൽ ഉണ്ടാകുന്ന സിദ്ധിവിശേഷങ്ങളെ നാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ പരിവർത്തനങ്ങൾ ഉണ്ടാവണം. നാം ഏതിനും ഒരു അർഹത നേടണം. ആ അർഹത ഉണ്ടാവണ്ടേ എന്ന് ആലോചിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.